2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ചുള്ളിക്കൽ സെന്റ് ജോസഫ് ഇടവകയുടെ പ്രഥമ വൈദികൻ ഫാദർ മാർക്ക് ആന്റണി പുത്തംപറമ്പിലിന്റെ സ്വീകരണം നൽകി. പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ചുള്ളിക്കൽ സെന്റ് ജോസഫ് ഇടവകയുടെ പ്രഥമ വൈദികൻ ഫാദർ മാർക്ക് ആന്റണി പുത്തംപറമ്പിലിന് ചുള്ളിക്കൽ സെന്റ് സിസിലിയൻ ആർട്സ് ക്ലബ്ബിൽ സ്വീകരണം നൽകി. ക്ലബ്ബ് പ്രസിഡന്റ് അഗസ്റ്റസിൽ ഉപഹാരവും പൊന്നാടയും അണിയിച്ചു. സുവർണ ജൂബിലി ആഘോഷിച്ച അവസരത്തിൽ നമുക്ക് ഉചിതമായ രീതിയിൽ നമ്മൾ തീരുമാനിച്ച പോലെ നമുക്ക് അദ്ദേഹത്തിന് ഒരു ഉപഹാരം നൽകാനും നമുക്ക് സാധിച്ചില്ല. ഞാൻ അറിഞ്ഞത് അച്ഛന് പെട്ടെന്ന് ദേഹാസ്വസ്ഥ ഉണ്ടാവുകയും അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നതിൻ്റെ പേരിലാണ്. പക്ഷേ ഞാൻ ഡോക്ടർ ജോയിയായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു അവസരത്തിൽ നമ്മളുടെ മാത്രമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു അവസരത്തിൽ വാസ്തവത്തിൽ ഇതൊരു കുടുംബ യോഗമാക്കി മാറ്റണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ പറ്റിയ രീതിയിലുള്ള ദിവസങ്ങളും കാര്യങ്ങളും ഒന്നും കിട്ടാത്തതിൻ്റെ പേരിലാണ് നമ്മൾ അംഗങ്ങൾ മാത്രമുള്ളൊരു യോഗത്തിൽ വെച്ച് നമുക്കത് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും വളരെ ചുരുങ്ങിയ നോട്ടീസ് കൊണ്ടിട്ട് എല്ലാവരും തന്നെ മാക്സിമം സാധാരണ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വരികയും ഈ അവസരം കഴിയുന്നത്ര രീതിയിൽ ഭംഗിയാക്കാൻ സാധിച്ചത്. മാർക്കച്ചനെ സംബന്ധിച്ച് എനിക്ക് അദ്ദേഹമായിട്ട് വളരെ അടുത്ത ബന്ധങ്ങൾ വളരെ കുറവാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ പള്ളിയിൽ പോകും, കുർബാന കാണും, പിന്നെ പള്ളിയുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ സഹകരിക്കും എന്നുള്ളതല്ലാതെ മറ്റു രീതി. പക്ഷേ എനിക്ക് അച്ഛനെ മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി ജയരാജൻ, ലിൻസൺ ബി എ, ജസ്റ്റിൻ പി ജി, ജോയ് റിമോൾട്ട്, ഡോക്ടർ ജോസഫ് ആന്റണി എന്നിവർ സംസാരിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട മോൺസിഞ്ഞോർ മാത്യു കോതകത്ത് അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ച് വളരെ സ്നേഹത്തോടുകൂടെ പറഞ്ഞു, അച്ഛന് വളരെ സന്തോഷമുള്ള ഒരു ന്യൂസുണ്ട്. അതായത് നമ്മുടെ ചുള്ളിക്കൽ സെൻറ്റ് ജോസഫ്സ് ദേവാലയം ഒരു ഇടവകയായി പിതാവ് ഉയർത്തുകയാണ്. 5-ാം തീയതി മെയ് 5, 1974. എൻ്റെ പൗരോഹിത്യം 1974 മെയ് 25-നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇടവകയിലെ ആദ്യത്തെ അച്ഛനായിരിക്കും ഞാൻ. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.